Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics dimensional analysis, Buckingham's π-Theorem, then problems. First one, dimensional analysis. The subject of dimensional analysis deals with the process whereby all the important factors involved in a physical phenomenon are systematically organized into dimensionless numbers. ഡയമെൻഷണൽ അനാലിസിസ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ഫിനോമിനനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അങ്ങനെ ഒരുപാട് വേരിയബിൾസ് ഒരു ഫിസിക്കൽ ഫിനോമിനനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യും, ഒരു ഡയമെൻഷൻലെസ് നമ്പേഴ്സ്, ആ വേരിയബിൾസിനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡയമെൻഷൻലെസ് നമ്പർ അല്ലെങ്കിൽ നോൺ ഡയമെൻഷണൽ നമ്പേഴ്സിൻ്റെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അതാണ് മെയിനായിട്ട് ഡയമെൻഷണൽ അനാലിസിസിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ഫ്ലോ ത്രൂ എ പൈപ്പ്, ദ എക്സ്പ്രഷൻ ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് ഡെൻസിറ്റി, വിസ്കോസിറ്റി, മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് ലെങ്ത് പാരാമീറ്റർ like diameter of pipe is designated by a dimensionless number known as Reynolds number. ഞാനിപ്പം ഫ്ലോ ത്രൂ പൈപ്പ് ആ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അതിലെന്താ ഒരുപാട് വേരിയബിൾസ് ഫ്ലോ ത്രൂ പൈപ്പ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ഒന്ന് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഉണ്ട്, അതേപോലെ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, വിസ്കോസിറ്റി, അതേപോലെ ഡയമീറ്റർ ഓഫ് പൈപ്പ്, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത് ഓരോ വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിരിക്കും, ഫിസിക്കൽ ബിഹേവിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനൊക്കെ എന്ത് ചെയ്യും, ആ ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ എഫക്റ്റിന് എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ, നോൺ ഡയമെൻഷണൽ നമ്പറിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഡയമെൻഷണൽ അനാലിസിസിൽ മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്കിപ്പം ഫ്ലോ ത്രൂ പൈപ്പിൻ്റെ കേസിൽ തന്നെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ആ ഡിഫറെൻറ്റ് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് വേരിയബിൾസിന് വാല്യൂസ് ചേഞ്ച് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നു, അതേപോലെ പൈപ്പിൻ്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നു, വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞ ടേം സെയിം വരുന്ന രീതിയിൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നുണ്ട് വേരിയബിൾസ് ചേഞ്ച് ചെയ്തിട്ട്. പക്ഷേ ആ ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന എല്ലാ ടൈപ്പ് എക്സ്പെരിമെൻറ്റിലും റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ എനിക്ക് സെയിം ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ബിഹേവിയർ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ആ ചെയ്യുന്ന ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സിൽ അതിൻ്റെ ഫിസിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. The number of physical quantities is thus reduced. The problem is generalized and need for specifying a particular system of units is eliminated. ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ഇപ്പം ഞാൻ ആ റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരുപാട് അത്രയും വേരിയബിൾസിനെ പിന്നെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് സ്പെസിഫൈ ചെയ്താൽ മതി, റെയ്നോൾഡ്സ് നമ്പറിനെ സ്പെസിഫൈ ചെയ്താൽ മതി. മീൻസ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരുപാട് ക്വാണ്ടിറ്റീസ് അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് എന്ത് ചെയ്തു, ആ റെയ്നോൾഡ്സ് നമ്പർ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്തു, അവിടെ റെഡ്യൂസ് ചെയ്തു. പിന്നെ പ്രോബ്ലം എന്തായി, മോർ ജനറലൈസ്ഡ് ആയി. പിന്നെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് നമ്പറാണ്. ഓക്കെ, അതിനൊന്നുമില്ല, യൂണിറ്റ് ഇല്ല. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ഡയമെൻഷണൽ അനാലിസിസിലോട്ട് പോകുന്ന സമയത്ത്. The basic concept and procedure for dimensional analysis were developed by hydraulic engineers to determine the performance of a prototype full-scale structure from the data obtained by test on a model or reduced scale structure. ഈ ഡയമെൻഷണൽ അനാലിസിസ് അത് ഡെവലപ്പ് ചെയ്യാനുണ്ടായ മെയിൻ മോട്ടീവാണ് പറയുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ മോഡലാണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ യൂസ് ചെയ്യുന്ന ഫുൾ സ്കെയിൽ മോഡലിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് മോഡൽ എന്ന് പറയുന്നാൽ ആ പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും ഒന്നിക്കൽ ചിലപ്പോൾ സൈസ് കൂടിയതാവാം അല്ലെങ്കിൽ സൈസ് കുറഞ്ഞതാവാം. നമ്മൾ മെയിനായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനാണ് ആ റെഡ്യൂസ്ഡ് സ്കെയിൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് എയർക്രാഫ്റ്റിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സൈസിലെ ആ സ്ട്രക്ചറാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ സൈസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്ത് ചെയ്യും, അതിൻ്റെ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു സ്കെയിൽഡ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അത് തമ്മിലെ റിലേഷൻ ആ നോർമലി എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ആ റെഡ്യൂസ്ഡ് സ്കെയിലിലെ സ്ട്രക്ചറിലാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വൽ കേസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ സ്ട്രക്ചറാണ്. ഓക്കെ, ആ ഒരു ചെറിയ സ്കെയിലിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ആ സമയത്ത് കിട്ടുന്ന റിസൾട്ട് ഓക്കെ അത് ആക്ച്വൽ കേസിൽ വാലിഡ് ആണോ അല്ലയോ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡയമെൻഷൻ? Dimension refer to the quantitative characteristic for physical quantities. Qualitative characteristics for physical quantities. For example, consider the distance between 2 points. The term length gives the qualitative concept of this physical quantity. Thus, the term length is called dimension. Dimension എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ടാണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ഇപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് നമ്മൾ നോർമലി എന്താണ് പറയുക? ലെങ്ത് എന്നാണ് പറയുക. ഓക്കെ, ആ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയമെൻഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മീറ്റർ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഞാൻ 2 മീറ്റർ എന്ന് പറയുന്നു. അതെന്തായി? അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടല്ല പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അതൊരു ലെങ്ത് ആണെന്ന് പറയുന്നത് എന്താണ്? അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, അത്തരം ഇതിൻ്റെ ടേംസിനാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. Length L, mass M and time T are the 3 independent quantities and are called fundamental quantities. നമ്മളെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് അല്ല, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുക്കുന്നത് ലെങ്ത്ത്, മാസ് ആൻഡ് ടൈമാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രോബ്ലത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ടെമ്പറേച്ചറിൻ്റെ നമ്മൾ എഫക്റ്റീവിൽ വരുന്നില്ല. മെയിനായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നത് മാസ്, ലെങ്ത്ത് ആൻഡ് ടൈമാണ്. Derived quantities are those quantities which possess more than one fundamental quantities. For example, velocity is denoted by distance per unit time and its dimension is LT raised to minus 1. Derived quantities means ഒന്നിൽ കൂടുതൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അതിലുണ്ടാവും. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസിൻ്റെ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? L വെച്ചിട്ടാണ്. ലെങ്ത് ആണ്, L വെച്ചിട്ടാണ്. ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ടൈമിൻ്റെത് T, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, L ബൈ T ആണ്. അതുകൊണ്ടാണ് LT റേസ്റ്റ് മൈനസ് 1 അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോഴ്സിൻ്റെത് ഫോഴ്സ് ഈസിക്കൽ F ഈസിക്കൽ എം എ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു? LT റേസ്റ്റ് ടു മൈനസ് 1 ആണ്. അത് വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിൻ്റെത് L ബൈ ടൈമിൻ്റെത് T ആണ്. L ബൈ T ആണ്. അതാണ് LT റേസ്റ്റ് ടു മൈനസ് 1 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ M ആണ്. പിന്നെ ടൈമിൻ്റെ അഗെയിൻ T. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്താ കിട്ടുന്നത്? M ഇൻറ്റു L ഇൻറ്റു T റേസ്റ്റ് ടു മൈനസ് 2. ഓക്കെ, T മുകളിലോട്ട് വരുന്ന സമയത്ത് T റേസ്റ്റ് ടു മൈനസ് 1 ആവും. T റേസ്റ്റ് ടു മൈനസ് 1 ഇൻറ്റു T റേസ്റ്റ് ടു മൈനസ് 1 T റേസ്റ്റ് ടു മൈനസ് 2 കിട്ടും. ഓക്കെ, ഇപ്പം ഏത് ക്വാണ്ടിറ്റിയുടെ ആയാലും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വേഷൻ തന്നെ, ബേസിക് ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഡയമെൻഷൻസുമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നുമാണ് നമ്മളെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ആവശ്യമായി വരുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. മാസ് യൂണിറ്റ് കിലോഗ്രാമാണ്. ഡയമെൻഷൻ M ക്യാപിറ്റൽ ലെറ്റർ M ആണ്. ലെങ്ത്തിൻ്റെത് ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ടൈമിൻ്റെത് T. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ യൂണിറ്റ് വരുന്ന മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത്, അന്നേരം എന്ത് വരും? L സ്ക്വയർ വരും. വോളിയം എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബ്, L ക്യൂബ്. ആ യൂണിറ്റ് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് സ്ക്വയർ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ത് വരും? L സ്ക്വയർ വരും. അതേപോലെ ഓരോ ടേമിൻ്റെയും വെലോസിറ്റിയുടെ LT റേസ്റ്റ് ടു മൈനസ് 1, ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി LT റേസ്റ്റ് ടു മൈനസ് 2. അതുപോലെ ഡിസ്ചാർജ് L ക്യൂബ് T റേസ്റ്റ് ടു മൈനസ് 1, ഫോഴ്സിൻ്റെ MLT റേസ്റ്റ് ടു മൈനസ് 2, ഡൈനാമിക് വിസ്കോസിറ്റി ML റേസ്റ്റ് ടു മൈനസ് 1 T റേസ്റ്റ് ടു മൈനസ് 2. അതുപോലെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ യൂണിറ്റ് അറിയെങ്കിൽ, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് അറിയെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ഡയമെൻഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്
എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1 ടേബിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യൂണിറ്റ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഓക്കെ, ഫോഴ്സിൻ്റെ എന്താണ് പറഞ്ഞത്, എം എൽ ടി റേസ് ടു മൈനസ് 2 അതായിരുന്നു ഫോഴ്സിൻ്റെത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡ് ടൈമാണ്, ഇൻറ്റു ടി, ടൈമിൻ്റെത് ടി, ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എൽ സ്ക്വയർ. ഓക്കെ, സോൾവ് ചെയ്താൽ കിട്ടും എം ഉണ്ട് എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി. ഇതെന്താണ്, എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു മൈനസ് 2 ആണ്. എന്ത് വരും, എം ഇതിപ്പം എൽ ആണ്, എൽ റേസ് ടു മൈനസ് 2 ആണ്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആ ഫോർമാറ്റിലുള്ളതാണ്. സോൾവ് ചെയ്താൽ കിട്ടും എം എൽ റേസ് ടു മൈനസ് 1. ഇത് സോൾവ് ചെയ്താൽ കിട്ടും ടി റേസ് ടു മൈനസ് 1. മീൻസ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ യൂണിറ്റ് അറിയെങ്കിൽ ആ യൂണിറ്റിൻ്റെ ഡയമെൻഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ആ കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഇക്വേഷൻ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂവിൻ്റെതാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, അതിൻ്റെ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്താൽ സെയിം എക്സ്പ്രഷൻ കിട്ടും. അടുത്തത് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. Dimensional homogeneity means that the dimensions of each term in an equation on both sides are equal. Dimensional homogeneity means ഒരു ഇക്വേഷൻ ഡയമെൻഷണലി ഹോമോജീനിയസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ചിലപ്പോൾ ഒന്ന് കൂടുതൽ ടേംസ് ഉണ്ടാവും. ടേംസ് എന്ന് വെച്ചാൽ പ്ലസ് മൈനസ് എല്ലാം അങ്ങനെ ഇട്ടിട്ട് വരുന്നതാണ് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓരോ ടേമിൻ്റെ ഡയമെൻഷനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡായാലും റൈറ്റ് ഹാൻഡ് സൈഡായാലും ഓരോ ടേമിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. അതൊരു ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ. The powers of fundamental dimension m, l and t of each term on both sides of the equation are identical for a dimensionally homogeneous equation. Means ഇതിപ്പം ഒരു ഇക്വേഷൻ ആണ്, ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇതൊരു ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ അതേപോലെ ഈ ഒരു ടേമിൻ്റെ ഡയമെൻഷൻ എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഡയമെൻഷൻ സെയിം ആണോ അങ്ങനെ നോക്കുക. എമ്മിൻ്റെ പവർ അതേപോലെ എല്ലിൻ്റെ പവർ ടീൻ്റെ പവർ ഈ ടേമിൽ എന്താണോ ഉള്ളത് ആ സെയിം തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. സെയിം ഡയമെൻഷൻ എന്ന് വെച്ചാൽ എമ്മിൻ്റെ എല്ലിൻ്റെ ടീൻ്റെ പവർ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ദ ഇക്വേഷൻ ഡിസ്ക്രൈബിങ് എ ഫിസിക്കൽ ഫിനോമിനൻ മസ്റ്റ് ബി ഡയമെൻഷണലി ഹോമോജീനിയസ്. അതായത് ഒരു ഫിസിക്കൽ ഫിനോമിനൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കണം, ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കണം. ഒരു ഡയമെൻഷണൽ ഹോമോജീനിറ്റിയുടെ ചെറിയൊരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദ ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വേർ എസ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് ഹാവിംഗ് ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ആക്സിലറേഷൻ എ ഇൻ ടൈം ടി. For this equation to be dimensionally homogeneous, dimension of each term on LHS is equal to dimension of each term of RHS. LHS and RHS കൺസിഡർ ചെയ്യുക, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിച്ചിട്ട് എല്ലാം സെയിം ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു ഡയമെൻഷനലി ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. ഓരോ ടേമായിട്ട് നോക്കാം. ആദ്യം എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും, എല്ല് വരും. ഇനി യു ടി ഈ ഒരു ടേമാണ് കൺസിഡർ ചെയ്യുന്നത്. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിൻ്റെത് എൽ ടി റേസ് ടു മൈനസ് 1. ടൈമിൻ്റെ എന്താണ്, ടി ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടുന്നത്, ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി ആണ്. ബാക്കി സോൾവ് ചെയ്താൽ എല്ല് മാത്രമേ ഇല്ലൂ. ഇനി ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതെ, ബാക്കി എ ആൻഡ് ടി സ്ക്വയർ മാത്രമേ നോക്കണ്ടൂ. എൻ്റെത് എന്താ, ആക്സലറേഷൻ്റെത് എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. ഇൻറ്റു ടി സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, എല്ലാണ് കിട്ടുന്നത്. മീൻസ് ഓരോ എൽ എച്ച് എസും ആർ എച്ച് എസും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്താണ്, സെയിം ആണ് കിട്ടുന്നത്. എല്ലാം എനിക്ക് എന്താ കിട്ടുന്നത്, എല്ലാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ എസ് ഈസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അടുത്തത് ബക്കിംഗ്ഹാംസ് പൈ-തിയറം. ഇഫ് ദി നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻവോൾവ്ഡ് ഇൻ എ ഫിസിക്കൽ ഫിനോമിനൻ ഈസ് നോൺ, then the relation among the variables can be determined by using following two methods. ഒരു ഫിസിക്കൽ ഫിനോമിനനിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന വേരിയബിൾ അറിയാമെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് റേലൈ മെത്തേഡ്, രണ്ടാമത്തത് ബക്കിംഗ്ഹാംസ് പൈ-തിയറം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ബക്കിംഗ്ഹാംസ് പൈ-തിയറമാണ്.
ഓക്കെ, ഈ ബക്കിംഗ്ഹാംസ് പൈ തിയറം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ആദ്യം തിയറി, അതിനുശേഷം ഒരു എക്സാമ്പിൾ, പിന്നെ പ്രോബ്ലം ചെയ്യും. അത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കേട്ടാൽ മാത്രമേ ഈ ബക്കിംഗ്ഹാംസ് പൈ തിയറം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആദ്യം തിയറം എന്താണെന്ന് നോക്കാം. Buckingham's pi-theorem states that if there are n variables, independent and dependent variables, involved in a physical phenomenon, and if these variables contains m fundamental dimensions such as mLt, then the variables can be grouped into n minus m number of dimensionless terms. Each term is called pi term. തിയറം പറയുന്നത് ഒരു ഫിസിക്കൽ ഫിനോമിനന് n വേരിയബിൾസ് ഉണ്ട്. അതിൽ ചിലത് ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ്, ബാക്കിയുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബാക്കി വേരിയബിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ബാക്കിയുള്ളതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. വേരിയബിൾസ് എന്ന് വെച്ചാൽ ഇതേപോലെ വെലോസിറ്റി, ഡെൻസിറ്റി, അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി, അതേപോലെ ലെങ്ത്ത്, ഡയമീറ്റർ, അതൊക്കെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നെന്തായിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, ബാക്കിയുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇത്രയും വേരിയബിൾസ്, n വേരിയബിൾസ് ഒരു ഫിസിക്കൽ ഫിനോമിനനിൽ ഉണ്ട്. ആ വേരിയബിൾസിൻ്റെയൊക്കെ ഞാൻ ഡയമെൻഷൻ എഴുതി നോക്കുന്നത്. ഓക്കെ, കുറേ ഞാൻ ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾസിൻ്റെയൊക്കെ ഡയമെൻഷൻ എഴുതി നോക്കുന്നത്. ആ സമയത്ത് ആകെ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ വേരിയബിൾസ് എത്രയാണെന്ന് നോക്കുക. ചിലപ്പം mLt എല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ആയിട്ട് എമ്മോ എല്ലോ ടിയോ വരുന്നുണ്ട്. അന്നേരം ഫണ്ടമെൻ്റൽ വേരിയബിൾസ് എത്രയാണ്? m3 ആണ് വരിക. ഇനി എല്ലാ വേരിയബിൾസ് വരുന്ന സമയത്ത് എമ്മും എല്ലും മാത്രമേ ഇല്ലെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ വേരിയബിൾസ് എമ്മിൻ്റെ വാല്യൂ 2 ആയിരിക്കും. മീൻസ് n നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡയമെൻഷൻ മൊത്തമായിട്ട് എഴുതി നോക്കുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ വേരിയബിൾസ് ആകെ വരുന്നത് m ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എൻ്റയർ വേരിയബിൾസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു n മൈനസ് m നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ടേംസ്. ഒരു ഫിസിക്കൽ ഫിനോമിനൽ n വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിലൊക്കെ കൂടിയായിട്ട് m ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയബിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? n മൈനസ് n നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ടേംസ്. വേരിയബിൾസിലൊക്കെ ഡയമെൻഷൻ ഇല്ലതായിരിക്കും. n മൈനസ് n നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ടേംസിലോട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഓരോ ടേമിനെയും എന്ത് പറയുന്നത്? പൈ ടേം എന്ന് പറയും. അപ്പോൾ നോക്കാം. ലെറ്റ് x1, x2, x3, etc. xn ആർ ദ വേരിയബിൾസ് ഇൻവോൾവ്ഡ് ഇൻ എ ഫിസിക്കൽ പ്രോബ്ലം. ലെറ്റ് x1 ബി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് x2, x3, xn ആർ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഓൺ വിച്ച് x1 ഡിപ്പെൻഡ്സ്. ഇത്രയും വേരിയബിൾസ് ഉണ്ട് നമ്മളെ ഒരു പ്രോബ്ലത്തിൽ. അതിൽ x1 എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ x2, x3 ബാക്കി xn വരെയുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. x1 ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതൊന്നും മറ്റേനൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിളാണ് ആ x2, x3, etc. xn എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x1 എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് അതേഴ്സ്. ഓക്കെ, x1 എന്ന് പറയുന്നത് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? x1 ഈസ് ഈക്വൽ എ ഫങ്ഷൻ ഓഫ് x2, x3, etc. xn. അല്ലെങ്കിൽ ഈക്വേഷൻ 1 അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? അനദർ ഫങ്ഷൻ ഓഫ് x1, x2, x3, etc. xn ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? ഇതൊക്കെ വേരിയബിൾസ് ആണ്. ലൈക്ക് വെലോസിറ്റി, ഡെൻസിറ്റി, വിസ്കോസിറ്റി, അങ്ങനെയുള്ള വേരിയബിൾസ് ആണ് ഇത്. എത്ര വേരിയബിൾസ് ഉണ്ട് ഇക്വേഷനിൽ? n വേരിയബിൾസ് ഉണ്ട്. xn വരെ 1, 2, 3 എത്ര വേരിയബിൾസ് ഉള്ളത്? n വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിലൊക്കെ ആയിട്ട് m ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ട് എന്ന് വെച്ചു. ദെൻ അക്കോർഡിംഗ് ടു ബക്കിംഗ്ഹാംസ് പൈ തിയറം ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്? n മൈനസ് m നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ഗ്രൂപ്പ്സ് ഓർ പൈ ടേംസ്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? π1, π2, π3, പൈ n മൈനസ് m ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത്രയും വേരിയബിൾസിന് പകരം എത്ര വേരിയബിൾസിലോട്ട് റെഡ്യൂസ് ചെയ്തു? n മൈനസ് m നമ്പർ ഓഫ് ഡയമെൻഷൻലെസ്. മീൻസ് ഈ π1, π2, π3 എന്നൊക്കെ പറയുന്നത് എന്താണ്? നോൺ ഡയമെൻഷനിലാണ്, ഡയമെൻഷൻലെസ് ടേംസ് ആണ്. അല്ലെങ്കിൽ m⁻⁴, l⁻⁴, t⁻⁴. അതാണ് ഡയമെൻഷൻലെസ് എന്ന് പറയുന്നത്. ഈച്ച് പൈ ടേം ഈസ് ഡയമെൻഷൻലെസ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സിസ്റ്റം. ഈച്ച് പൈ ടേം കണ്ടെയ്ൻ m+1 വേരിയബിൾസ് വെർ m ഈസ് ദി നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. ഈ ഓരോ പൈ ടേമിലും m+1 വേരിയബിൾസ് ഉണ്ടാവും.
ഓക്കെ, ഇപ്പോൾ പൈ വണ്ണിലാണെങ്കിൽ m+1, പൈ ടുവിലാണെങ്കിൽ m+1, അതേപോലെ പൈ ത്രീയിലാണെങ്കിലും m+1 വേരിയബിൾസ് ഉണ്ടാവും. ആ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ വേരിയബിൾസ്. അതിൽ ആ എം എന്ന് പറയുന്നത് ആ ഫണ്ടമെൻ്റൽ വേരിയബിൾസ് ഈ എം എന്ന് പറയുന്നത് എണ്ണം, അതിന് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ വേരിയബിൾസ് ആണ്. അത് ഓരോ ടേമിലും റിപ്പീറ്റായിട്ട് വരും. എല്ലാ പൈ ടേമിലും റിപ്പീറ്റായിട്ട് വരുന്ന ഫണ്ടമെൻ്റൽ വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, അതിന് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. Let x1, x2, x3, x4 and x5 are the variables involved in a physical phenomenon. Then ഇവിടെയുള്ള നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? x, x1, x2, x3, x4 and x5 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയായി? 6 ആയി. ഓക്കെ, നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഇൻവോൾവ്ഡ് 3 ആണെന്ന് വെച്ചോ. ഇതിൽ ഇപ്പം ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് ആര് മാത്രമേ ഇല്ലൂ? എമ്മും ഉണ്ട്, എല്ലും ഉണ്ട്, ടി ഉണ്ട്. ഏതെങ്കിലും ഒന്നിലായിട്ട് എം, എൽ, ടി വരുന്നുണ്ട് എന്ന് വെച്ചോ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എം ഈസ് ഈക്വൽ ടു എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പൈ ടേംസ് എത്രയായിരിക്കും? n മൈനസ് എം ഈസ് ഈക്വൽ ടു 6 മൈനസ് 3 ഈസ് ഈക്വൽ ടു 3 ആണ്. ഈച്ച് പൈ ടേം, ഓരോ പൈ ടേമിലും 3 പൈ ടേംസ് എന്ന് വെച്ചാൽ എത്ര ടേം? പൈ 1, പൈ 2, പൈ 3. ഇതേപോലെ 3 പൈ ടേം അല്ലത്, പൈ 1, പൈ 2, പൈ 3. ഓരോ പൈ ടേമിലും എത്ര വേരിയബിൾസ് വേണം? m+1 വേരിയബിൾസ് വേണം. ഇവിടെ നമ്മുടെ എമ്മിൻ്റെ വാല്യൂ 3 ആണ്. m+1 എന്ന് വെച്ചാൽ 4 വേരിയബിൾസ് വേണം. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പൈ 1ൽ എത്ര വേരിയബിൾ ഉണ്ട്? 1, 2, 3, 4 വേരിയബിൾ ഉണ്ട്. ഓക്കെ, അതായത് ഈച്ച് പൈ ടേമിൽ എത്ര വേരിയബിൾ വേണം? എത്രയാണോ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് നമ്മുടെ പ്രോബ്ലത്തിലുള്ളത്, +1 വേരിയബിൾസ് വേണം. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഈസ് ഈക്വൽ ടു m ഈസ് ഈക്വൽ ടു 3 വിച്ച് അപ്പിയർ ഓൺ ഈച്ച് പൈ ടേം. ലെറ്റ് x1, x2, x3 ബി റിപ്പീറ്റിംഗ് വേരിയബിൾസ്. ഇപ്പം ഓരോ പൈ ടേമിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു കേസിൽ 4 വേരിയബിൾസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ പൈ ടേമിലും അപ്പിയർ ചെയ്യുന്ന 3 വേരിയബിൾസ് ഉണ്ടാവും. എല്ലാ പൈ ടേംസിലും അപ്പിയർ ചെയ്യുന്ന m നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടാവും. അതിനാണ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പൈ 1 ഈസ് ഈക്വൽ ടു x1 റേസ് ടു a1, x2 റേസ് ടു b1, x3 റേസ് ടു c1. അടുത്തത് ഇൻറ്റു x. അതേപോലെ പൈ 2 നോക്കിയാലും x1 റേസ് ടു a2, x2 റേസ് ടു b2, x3 റേസ് ടു c2 ഇൻറ്റു x4 ആണ്. മീൻസ് പൈ 1ലും പൈ 2ലും കോമൺ ആയിട്ട് വരുന്ന ആരുണ്ട്? x1, x2, x3 ഉണ്ട്. അങ്ങനെ എല്ലാ പൈ ടേംസിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേരിയബിൾസിനെയാണ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യാൻ പർട്ടിക്കുലർ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ഐഡിയ കിട്ടും. എന്ത് ചെയ്യുന്നത്? ഈച്ച് ഇക്വേഷൻ ഈസ് സോൾവ്ഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജനിറ്റി ആൻഡ് വാല്യൂസ് ഓഫ് a1, b1, c1, a2, b2, c2, a3, b3 ആൻഡ് c3 ആർ ഒബ്റ്റൈൻഡ്. ഇനി ചെയ്യേണ്ടത്, ഈ ഫോമിൽ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? a1, b1, c1 അതേപോലെ a2, b2, c2, a3, b3, c3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ സോൾവ് ചെയ്യേണ്ടത് ബൈ യൂസിങ് ഡയമെൻഷണൽ ഹോമോജനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജനിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. മീൻസ് ഇവിടെ പൈ 1 എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ടേം ആണ്. പൈ 2, പൈ 3 ഒക്കെ ഡയമെൻഷൻലെസ് ടേം ആണ്. മീൻസ് ഇതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? m⁻⁴, l⁻⁴, t⁻⁴ ആണ് വരിക. ml, t ആണ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് വരുന്നതെങ്കിൽ. അതേപോലെ ഈ വേരിയബിൾസിൻ്റെയൊക്കെ ഡയമെൻഷൻ നമുക്ക് അറിയുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ആ പവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a1, b1, c1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റത്തെ ടേം പൈ 1 കിട്ടും, പൈ 2 കിട്ടും, പൈ 3 കിട്ടും. അതേപോലെ എല്ലാ പൈ ടേംസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ഫൈനൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ആ ഫിനോമിനൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നത് the final equation for phenomenon is obtained by expressing any of the pi term as function of others. ഏതെങ്കിലും ഒരു പൈ ടേം എന്തായിട്ട് എഴുതുക? ബാക്കിയുള്ളതിന് ഫംഗ്ഷൻ ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ പൈ 1 ഈസ് ഈക്വൽ എ ഫംഗ്ഷൻ ഓഫ് പൈ 2, പൈ 3, അല്ലെങ്കിൽ പൈ 2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൈ 1, പൈ 3, അല്ലെങ്കിൽ പൈ 3 ഈസ് എ അനദർ ഫംഗ്ഷൻ ഓഫ് പൈ 1 ആൻഡ് പൈ 2. അങ്ങനെ ഏതെങ്കിലും ഒരു പൈ ടേം ബാക്കിയുള്ളതിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടാണ് ഫൈനൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് മെത്തേഡ് ഓഫ് സെലക്ടിങ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യുന്നത് കുറച്ച് റൂൾസ്, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്.
The number of repeating variables is equal to number of fundamental dimensions of the problem. എത്ര റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, എത്ര ഫണ്ടമെൻ്റൽ വേരിയബിൾസ് ആണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എത്രയാണോ ഉള്ളത്, അത്രയും നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് വേണ്ടുന്നത് പ്രോബ്ലത്തിൽ. The choice of repeating variable is governed by following consideration. First one, as far as possible, the dependent variable should not be selected as repeating variable. Dependent variable, ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവും. അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. സെക്കൻഡ് വൺ, the repeating variable should be chosen in such a way that one variable contain geometric property, other variable contain flow property, and third variable contain fluid property. മീൻസ് ഇപ്പം ഒരു 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വേരിയബിൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം, ജോമെട്രിക് പ്രോപ്പർട്ടി. ജോമെട്രിക് പ്രോപ്പർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന വെച്ചാൽ ലെങ്ത്ത്, ഡയമീറ്റർ, ഹൈറ്റ് എക്സെട്ര, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അതർ വേരിയബിൾ കണ്ടെയ്ൻ ഫ്ലോ പ്രോപ്പർട്ടി. ഫ്ലോ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വെലോസിറ്റി, ആക്സലറേഷൻ പോലെയുള്ള ഫ്ലോ പ്രോപ്പർട്ടി. പിന്നെ തേർഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. അപ്പോൾ 3 വേരിയബിൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടി, ഒന്ന് ഫ്ലോ പ്രോപ്പർട്ടി, അടുത്തത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. അടുത്തത് ദ റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്റ്റഡ് ഷുഡ് നോട്ട് ഫ്രോം എ ഡയമെൻഷൻലെസ് ഗ്രൂപ്പ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വേരിയബിൾസ്, റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്താൽ അതൊരിക്കലും എന്താവാൻ വേണ്ടി പാടില്ല, ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടി പാടില്ല. ഫോർത്ത് വൺ, ദ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ടുഗെദർ മസ്റ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. മീൻസ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ആ പ്രോബ്ലത്തിലുള്ളത് 3 ആണെങ്കിൽ ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ടുഗെദർ എത്ര ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് വേണം, അത്രയും നമ്പർ 3 ആണെങ്കിൽ 3 അവിടെ വേണം. ഫിഫ്ത്ത് വൺ, നോ 2 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഷുഡ് ഹാവ് സെയിം ഡയമെൻഷൻ. സെലക്ട് ചെയ്യുന്നത് ഇപ്പം 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണെങ്കിൽ പിന്നെ ഏതെങ്കിലും 2 എണ്ണത്തിന് സെയിം ഡയമെൻഷൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇൻ മോസ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രോബ്ലം ദ ചോയ്സ് ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് മേ ബി എൽ വി റോ, ലെങ്ത്ത്, വെലോസിറ്റി, ഡെൻസിറ്റി, അല്ലെങ്കിൽ എൽ വി മ്യൂ, ഡി വി റോ, അല്ലെങ്കിൽ ഡി വി മ്യൂ. ജസ്റ്റ് ഒരു ചോയ്സ് മാത്രമാണ് പറയുന്നത്. നമ്മൾ പ്രോബ്ലത്തിന് നേച്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. If fluid property like dynamic viscosity and mass density are involved in a given problem, the important one in the physical phenomenon should be selected. ഒരു കേസിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഡൈനാമിക് വിസ്കോസിറ്റി, മാസ് ഡെൻസിറ്റി രണ്ടും വരുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏതാണോ ഇമ്പോർട്ടൻറ്റ് അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈലി വിസ്കസ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ അതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് എടുക്കുക, ഡൈനാമിക് വിസ്കോസിറ്റി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ലോ വിസ്കസ് ഫ്ലൂയിഡ്, ഇപ്പോൾ എയറിൻ്റെ ഒക്കെ ഫ്ലോ ആണെങ്കിൽ അവിടെ ഡെൻസിറ്റി എടുക്കുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ബക്കിംഗ്ഹാംസ് പൈ-തിയറത്തിൻ്റെ എൻ്റയർ കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കിട്ടും. ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആർ ഓഫ് എ സൂപ്പർസോണിക് പ്ലെയിൻ ഡ്യൂറിംഗ് ഫ്ലൈറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡ് ഓൺ ദി ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ് എൽ, വെലോസിറ്റി വി, എയർ വിസ്കോസിറ്റി മ്യൂ, എയർ ഡെൻസിറ്റി റോ, ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് എയർ കെ. എക്സ്പ്രസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആൻഡ് ദി റെസിസ്റ്റിംഗ് ഫോഴ്സ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഓഫ് എ സൂപ്പർസോണിക് പ്ലെയിൻ, ഒരു സൂപ്പർസോണിക് പ്ലെയിൻ്റെ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് ആർ, ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡ്. ആർ സൂപ്പർസോണിക് പ്ലെയിൻ്റെ റെസിസ്റ്റൻസ് ഫോഴ്സ് അത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ്, അതേപോലെ വെലോസിറ്റി, എയർ വിസ്കോസിറ്റി, എയർ ഡെൻസിറ്റി, പിന്നെ ബൾക്ക് മോഡുലസ് ഓഫ് എയർ. മീൻസ് ആർ ഡിപ്പെൻഡ്സ് ഓൺ ദീസ് വേരിയബിൾസ്. അന്നേരം നമ്മളെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാണ്, ആറാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കാരണം അത് 3 എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ്. ഈ എൽ വി മ്യൂ റോ കെ ഒക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, ബാക്കിയുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. നമുക്ക് എന്താ എഴുതാൻ വേണ്ടി പറ്റും, ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇത്രയും വേരിയബിൾസ്, ആർ ഈസ് ഈക്വൽ ഫങ്ഷൻ ഓഫ് എൽ വി മ്യൂ റോ കെ. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം, അനദർ ഫങ്ഷൻ ഓഫ് ആർ എൽ വി മ്യൂ റോ കെ ഈസ് ഈക്വൽ ടു 0. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഇതിലുണ്ട്, കൗണ്ട് ചെയ്താൽ 6 വേരിയബിൾസ് ആണ് ഇതിലുള്ളത്. എൻ ഈസ് ഈക്വൽ ടു, എൻ ആണ് നമ്പർ ഓഫ് വേരിയബിൾസ്, എൻ ഈസ് ഈക്വൽ എത്ര കിട്ടി, 6 കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ ആ വേരിയബിൾസിൻ്റെയൊക്കെ ഡയമെൻഷൻ ലിസ്റ്റ് ചെയ്യുക. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ആയിരുന്നു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². അതേപോലെ ലെങ്ത്തിൻ്റെത് L, വെലോസിറ്റിയുടെ LT⁻1, മ്യൂൻ്റെത് ML⁻1, T⁻1, ഡെൻസിറ്റിയുടേത് ML⁻3, കെൻ്റെത് ബൾക്ക് മോഡുലസിൻ്റെ ML⁻1, T⁻². ആ വേരിയബിൾസ് 6 വേരിയബിൾസിൻ്റെ ഡയമെൻഷൻ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എല്ലാം നോക്കുക. ഈ 6 വേരിയബിൾസിൻ്റെ ഡയമെൻഷൻ ലിസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് വരുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? പ്രോബ്ലത്തിൽ മാസ് വരുന്നുണ്ട്, പിന്നെ ലെങ്ത്ത് L വരുന്നുണ്ട്, Tയും വരുന്നുണ്ട്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ആകെ വരുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് പറയുന്നത് M, L ആൻഡ് T ആണ്. ഓക്കെ, ഇപ്പം ടെമ്പറേച്ചറും കൂടെ വരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഒരു തീറ്റ എന്ന് പറഞ്ഞ വേരിയബിളും കൂടെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ തീറ്റയും കൂടെ വരും. ടെമ്പറേച്ചറിൻ്റെ തീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആകെ വരുന്നത് 3. ഇപ്പോൾ എല്ലാ നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വേരിയബിൾസും കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാ വേരിയബിൾസും കൺസിഡർ ചെയ്താൽ നമുക്ക് ആകെ ആരേ വരുന്നുള്ളൂ? എമ്മും എല്ലും ടിയും മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വേരിയബിൾ അതിൽ വരുന്നില്ല. ഓക്കെ, മീൻസ് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. അല്ലാണ്ട് ഇവിടെ എത്ര എമ്മിൽ എന്നുള്ള കൗണ്ടല്ല എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, ആകെ മൊത്തം നോക്കുക. എല്ലാ വേരിയബിളും ഒന്ന് നോക്കുക. എല്ലാ വേരിയബിൾസിലും കൂടി ആകെ വരുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് M, L, T മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ M ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പൈ ടേംസ് എത്ര വരും? N - M ആണ്. എത്ര പൈ ടേംസ് ഇല്ലെന്ന് അറിയണം. എത്രയാണ് വരുന്നത്? 6 - 3 ഈസ് ഈക്വൽ ടു 3 പൈ ടേംസ് ആണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇത്രയും വേരിയബിൾസിലെ ഇക്വേഷനെ ഡയമെൻഷൻലെസ് ഇക്വേഷനായിട്ട് ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റിയെന്ന് എ ഫംഗ്ഷൻ ഓഫ് π1, π2, π3 ഈസ് ഈക്വൽ ടു 0 എന്നുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പൈ ടേംസ് കണ്ടുപിടിക്കലാണ്. എത്ര N - M എത്രയാണ് കണ്ടുപിടിക്കുക? ആദ്യം N കണ്ടുപിടിക്കുക, M കണ്ടുപിടിക്കുക, N - M എത്രയാണ് കണ്ടുപിടിച്ചു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? എത്ര റിപ്പീറ്റിംഗ് ഓരോ പൈ ടേമിലും എത്ര വേരിയബിൾസ് ഉണ്ട് എന്ന് അറിയണം. ഈച്ച് പൈ ടേം കണ്ടെയ്ൻസ് M+1 വേരിയബിൾ. ഓക്കെ, ഇവിടെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. മീൻസ് എല്ലാ പൈ ടേമിലും 4 വേരിയബിൾസ് ഉണ്ടാവും. ഓരോ പൈ ടേമിലും π1, π2, π3 എത്ര ഉണ്ടാവും? 4 വേരിയബിൾസ് ഉണ്ടാവും. അതിൽ ആ ഓരോ പൈ ടേമിലുള്ള 3 എന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിരിക്കും. എല്ലാ പൈ ടേമിലും ആ 3 കാണാൻ വേണ്ടി പറ്റും. ഇനി എന്ത് ചെയ്യണം? ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യണം. ഔട്ട് ഓഫ് 6 വേരിയബിൾസ്, ഇത്രയും വേരിയബിൾസിൽ 3 വേരിയബിൾസ് എത്ര റിപ്പീറ്റിംഗ് വേരിയബിൾസാണ് വേണ്ടത്? M എത്രയാണോ, എമ്മിൻ്റെ കൗണ്ട് എത്രയാണോ അത്രയും റിപ്പീറ്റിംഗ് വേരിയബിൾസാണ് വേണ്ടുന്നത്. ഓക്കെ, 3 റിപ്പീറ്റിംഗ് വേരിയബിൾസാണ് വേണ്ടുന്നത്. അതിൽ 6 നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 6 എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതുകൊണ്ട് 6 നോക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയിലെ 5 എണ്ണമാണ്. ഔട്ട് ഓഫ് ദി 5 റിമൈനിങ് വേരിയബിൾസ് 1 വേരിയബിൾ ഷുഡ് ഹാവ് ജോമെട്രിക് പ്രോപ്പർട്ടി, സെക്കൻഡ് വേരിയബിൾ ഷുഡ് ഹാവ് ഫ്ലോ പ്രോപ്പർട്ടി, തേർഡ് വൺ ഷുഡ് ഹാവ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഒന്ന് ജോമെട്രിക് പ്രോപ്പർട്ടി, പിന്നെ ഫ്ലോ പ്രോപ്പർട്ടി, പിന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഞാനിപ്പോൾ എന്ത് സെലക്ട് ചെയ്യുന്നത്? ജോമെട്രിക് പ്രോപ്പർട്ടി ആയിട്ട് എന്തുണ്ട്? ലെങ്ത്ത് L വരുന്നുണ്ട്. പിന്നെ ഫ്ലോ പ്രോപ്പർട്ടി ആയിട്ട് ആര് വരുന്നുണ്ട്? V വരുന്നുണ്ട്. ഇനി ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ ഡെൻസിറ്റി സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എയറിൻ്റെതാണ്, അതുകൊണ്ട് ഹൈ വിസ്കസ് ഫ്ലോ എന്നുള്ള, അതുകൊണ്ട് ഞാൻ ഡെൻസിറ്റി സെലക്ട് ചെയ്യുന്നു. ഈ 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ക്രൈറ്റീരിയ എന്താണ്? റിപ്പീറ്റിംഗ് വേരിയബിൾ ദംസെൽ ഷുഡ് നോട്ട് ഫോം എ ഡയമെൻഷൻലെസ് ടേം ആൻഡ് ഷുഡ് ഹാവ് ദംസെൽ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഈക്വൽ ടു M, ദാറ്റ് ഈസ് 3. അതായത് ഡയമെൻഷൻ ഓഫ് L, V ആൻഡ് റോ എന്താണ്? L, LT⁻1, ML⁻3. ഇതെന്താണ്? ഡയമെൻഷൻലെസ് ടേം ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസിൻ്റെയൊക്കെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്. അത് ടുഗദർ വരുന്ന സമയത്ത് ഡയമെൻഷൻലെസ് ടേം ഒന്നും ഫോം ചെയ്യുന്നില്ല. അതായത് M⁻0, L⁻0, T⁻0 ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കുക? ഈ L, V, റോ അത് നമുക്ക് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് 3 കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? അതിലുള്ള നമ്പർ ഓഫ് ഡയമെൻഷൻ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എത്ര തന്നെ കിട്ടുന്നുണ്ട്? 3 തന്നെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി പൈ ടേം എഴുതുകയാണ്. പൈ ടേം വന്ന സമയത്ത് π1 അങ്ങനെ എഴുതുന്നത് L⁻A1, V⁻B1, അതേപോലെ ρ⁻C1. ഓരോ പൈ ടേമിലും M+1 വേരിയബിൾസ് വേണം. M എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് വേരിയബിളാണ്. ഓക്കെ,
പൈ വണ്ണിൽ എൽ വി റോ എന്താണ് ഞാൻ സെലക്ട് ചെയ്ത റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ്. പൈ വണ്ണിൽ റേസ് ടു പവർ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ബാക്കിയുള്ള വേരിയബിൾ 6. ഇനി പൈ 2 എന്ന സമയത്ത് എൽ റേസ് ടു എ 2 വി റേസ് ടു ബി 2 റോ റേസ് ടു സി 2 പിന്നെ നെക്സ്റ്റ് വേരിയബിൾ 4th വേരിയബിൾ മ്യൂ. പിന്നെ പൈ 3 എൽ റേസ് ടു എ 3 വി റേസ് ടു ബി 3 റോ റേസ് ടു സി 3. ഇതൊക്കെ റിപ്പീറ്റിംഗ് വേരിയബിൾസ്. പിന്നെ ബാക്കിയുള്ള വേരിയബിൾ ഏതാണ്? കെ ആണ്. ഓക്കെ, റിപ്പീറ്റിംഗ് വേരിയബിൾസ് കഴിഞ്ഞാൽ പൈ ടേം വന്ന സമയത്ത് ഓരോ പൈ ടേമിൽ എന്ത് ചെയ്യുക? ബാക്കി റിമൈനിങ് വേരിയബിൾസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഓരോ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം, ഇതും സോൾവ് ചെയ്യണം, ഇതും സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. പൈ എന്ന് വെച്ചാൽ ഡയമെൻഷണലി നോൺ ഡയമെൻഷണൽ ടേമാണ്. മീൻസ് അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 0. ഓക്കെ, ഡയമെൻഷൻ വരുന്നില്ല. ഈസ് ഈക്വൽ ടു എൽ. എല്ലിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എൽ ആണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ A1. വെലോസിറ്റിയുടേത് എൽ ടി റേസ് ടു -1 റേസ് ടു B1 ഉണ്ട്. അടുത്തത് ഡെൻസിറ്റിയുടേത് ML റേസ് ടു -3 റേസ് ടു C1. ഇനി ആറിൻ്റെത് ML ടി റേസ് ടു -2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് A1 B1 C1 അതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുകയുണ്ട്. അതിനെന്ത് ചെയ്യണം? എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും പവർ ബോത്ത് സൈഡ്സിൽ ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ എത്രയാണ്? 0. ഇനി ഇവിടെ എം ഇല്ല, ഇവിടെ എം ഇല്ല, ഇവിടെ എമ്മിൻ്റെ പവർ എത്രയാണ് വരിക? ഇത് ML റേസ് ടു -3 ഓൾ റേസ് ടു C1 ആണ്. അന്നേരം എം റേസ് ടു C1 എമ്മിൻ്റെ പവർ എത്രയാണ് വരുന്നത്? C1. പിന്നെ ഇവിടെ എമ്മിൻ്റെ പവർ 1. ഓക്കെ, ഇവിടെ ഇപ്പം എമ്മിൻ്റെ പവർ C1 എം റേസ് ടു C1 ഇൻറ്റു എം റേസ് ടു 1 ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോർമാറ്റ് എന്ത് വരും? എം റേസ് ടു എ റേസ് ടു എം പ്ലസ് എൻ വരും. അതായത് എം റേസ് ടു C+1. അതായത് ടോട്ടലായിട്ട് എമ്മിൻ്റെ പവർ എത്രയാണ് വരിക? റൈറ്റ് സൈഡിൽ C1 + 1 ആണ് പവർ വരിക. അതേപോലെ ലെങ്ത്തിൻ്റെ അതുകൊണ്ട് C1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. ഇനി ടീൻ്റെ നോക്കുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും പവർ 0 ആണ് വരിക. ഇവിടെ ടീൻ്റെ പവർ എന്താ വരുന്നത്? -1 ഇൻറ്റു B1 -B1 ആണ്. ഇവിടെ ടീയുടെ പവർ -2. ഓക്കെ, സോൾവ് ചെയ്താൽ B1 = -2 കിട്ടും. അതേപോലെ എല്ലിൻ്റെ പവർ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ഇവിടെ A1 ആണ്. പ്ലസ് ഇവിടെ ലെങ്ത്തിൻ്റെത് ഇവിടെ B1 എൽ റേസ് ടു B1 ആണ്. പ്ലസ് B1 ഇവിടെ എല്ലിൻ്റെത് -3 ഇൻറ്റു C1 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ എല്ലിൻ്റെത് 1 ആണ്. ഇത് സോൾവ് ചെയ്താൽ C1ൻ്റെയും B1ൻ്റെയും വാല്യൂ വരിക. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? A1ൻ്റെ വാല്യൂയും കിട്ടും. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ A1 B1 C1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A1 B1 C1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? π1 = ഈ എക്സ്പ്രഷൻ കിട്ടും. π1 = എൽ റേസ് ടു -2 വി റേസ് ടു -2 റോ റേസ് ടു -1 ഇൻറ്റു 6. അല്ലെങ്കിൽ π1 = എന്താ നമ്മുടെ പറ്റും? എൽ റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/L² ആണ്. അതേപോലെ വി റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/V². റോ റേസ് ടു -1 എന്ന് വെച്ചാൽ 1/ρ. അല്ലെങ്കിൽ π1 = എന്ത് കിട്ടും? r/ρ L² V² എന്ന് കിട്ടി. ഫസ്റ്റത്തെ ടേം കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കുന്നത് π 2 കണ്ടുപിടിക്കുന്നത്. π 2 കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സെക്കൻഡ് ടേം π 2 അതേപോലെ ഓരോ ടേമിൻ്റെയും ഇവിടെ ഇതിൻ്റെ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 0 ആണ്. അതേപോലെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡയമെൻഷൻ ഇതിൻ്റെ ഡയമെൻഷൻ എഴുതുക, ഇതിൻ്റെ ഡയമെൻഷനും എഴുതുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോൻ്റെ ഡയമെൻഷൻ. പിന്നെ അതേപോലെ എം എൽ ടിയുടെ പവേഴ്സ് ഈക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. എന്ത്? π 2 = μ/L v/ρ എന്ന് കിട്ടും. അതേപോലെ തേർഡിൻ്റെ π ടേം അതേപോലെ എഴുതിയിട്ട് ഇതാണ് തേർഡ് ടേം. ഇവിടെ ഇതിൻ്റെ ഡയമെൻഷനാണ്, ഫോർത്ത് ടേമിൻ്റെ ഡയമെൻഷനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വേറ്റ് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? π 3 = k/v²ρ എന്ന് കിട്ടി. ഇനി ഫൈനൽ സ്റ്റേജായി എന്ത് കിട്ടും? π1 π2 π3 കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈനൽ ആ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞത്? എനി വൺ ഓഫ് ദ പൈ ടേം ആസ് എ ഫംഗ്ഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് ആറിൻ്റെ ഇതാണ് എഴുതാൻ വേണ്ടി ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെ ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? π1 is a function of π2 and π3 എന്നത്. ഓക്കെ, ഫസ്റ്റത്തെ π1 it is a function of π2 and π3. അല്ലെങ്കിൽ r = എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ρ L² v² ഇൻ്റെ ഫംഗ്ഷൻ ഓഫ് μ/L v/ρ k/v²ρ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ. Using Buckingham's π-Theorem, show that the velocity through a circular orifice is given by v is equal to root 2gh into phi of d by h mu by rho vh. Here h is the head causing the flow, d is the diameter of orifice, mu is the coefficient of viscosity, rho is the mass density and g is the acceleration due to gravity. Similar problem ആണ്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ സിലബസിൽ കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിവിടെ വെലോസിറ്റി ഇനിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മീൻസ് നമ്മളെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന ആരായിരിക്കും? വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എച്ച്, ഡി, മ്യൂ, റോ, ജി ഒക്കെ പറയുന്നത്. ഓക്കെ, നേരത്തെ മാതിരി സിമിലർ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇത്രയും ടേംസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഇതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഇക്വേഷൻ നേരത്തെ പോലെ ഇത് നമ്പർ ഓഫ് വേരിയബിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻക്ലൂഡിങ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എത്ര കിട്ടുന്നത്? n ഈസ് ഈക്വൽ ടു 6 ആണ്. പിന്നെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എഴുതി നോക്കുക. ഡയമെൻഷൻ എഴുതി എല്ലാ ടേംസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എത്ര വരുന്നുണ്ട്? m ഈസ് ഈക്വൽ ടു 3 വരുന്നുണ്ട്. നമ്പർ ഓഫ് പൈ ടേംസ് എന്താണ്? n-m ഈസ് ഈക്വൽ ടു 3 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ ഫംഗ്ഷൻ ഓഫ് π1, π2, π3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ വേരിയബിൾസ് എമ്മിൻ്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പൈ ടേമിലും എത്ര വേരിയബിൾസ് വരും? m+1 4 വേരിയബിൾസ് വരും. അതിൽ നിന്ന് 3 എണ്ണം എന്തായിരിക്കും? റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിരിക്കും. എല്ലാ പൈ ടേംസിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ ക്രൈറ്റീരിയ നോക്കുക. ഇവിടെ ഫ്ലോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വെലോസിറ്റി എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ മാത്രമേ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആരൊക്കെയാണ്? ഹെഡ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഡെൻസിറ്റി. അതൊക്കെയാണ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ മാതിരി ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഡയമെൻഷൻ എഴുതുക. അതേപോലെ എന്ത് ചെയ്യുക? പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യണം. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. π1 ഫസ്റ്റ് ടേം എന്താ കിട്ടുന്നത്? v/√gh എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് ടേമും അതേപോലെ സോൾവ് ചെയ്യുക. ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് എഴുതിയിട്ട് സോൾവ് ചെയ്യുക. π2 എന്താ കിട്ടുന്നത്? d/h ആണ് കിട്ടുന്നത്. അതേപോലെ തേർഡ് ടേമും സോൾവ് ചെയ്യുക. തേർഡ് ടേം അത് സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? π3 ഈസ് ഈക്വൽ ടു μh⁻³ റോ ഇൻറ്റു √g എന്ന് കിട്ടും. ഓക്കെ, h⁻³ അതിന് എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? h ഇൻറ്റു √h എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, h⁻³ എന്ന് പറഞ്ഞാൽ h⁻1 + 1/2 h⁻1 ഇൻറ്റു h⁻1/2 h⁻1/2 എന്ന് വെച്ചാൽ √h അങ്ങനെയാണ് മാറ്റിയിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടത്തോട്ട് വന്നത്. ഇനി എന്ത് ചെയ്യുന്നത്? മുകളിലും താഴെയും വീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ്റെ മുകളിലും താഴെയും വീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നിന്ന് v/√gh എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. എന്തായിരുന്നു? π1 ഫസ്റ്റത്തെ ടേം ആയിരുന്നു v/√gh എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് π3 ടേം അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. π3 ഈസ് ഈക്വൽ ടു μ/h റോ v ഇൻറ്റു π1 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സ്പ്രസിങ് എനി ഓഫ് ദി പൈ ടേം ആസ് എ ഫംഗ്ഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് എന്താ? π1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് π2 ആൻഡ് π3. ഓക്കെ, v/√gh ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് d/h, π1 μ/h റോ v, അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു √2g h ഇൻറ്റു phi ഓഫ് d/h μ/ρ vh. ഞാൻ എഴുതാൻ്റെ കാരണം എന്താ? മൾട്ടിപ്ലൈയിങ് ബൈ എ കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ക്യാരക്ടർ ഓഫ് പൈ ടേം. ഇതിനെ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ ടേമിൻ്റെ ക്യാരക്ടർ എന്താണ്? ചേഞ്ച് ചെയ്യില്ല. പൈ ടേം മീൻസ് എന്താണ്? ഡയമെൻഷൻലെസ് ടേം. അതിന് കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? ഒരു വേരിയേഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫോർമാറ്റ് എന്ന് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ആ ഗിവൺ ഫോർമാറ്റ് √2gh എന്ന ക്വസ്റ്റ്യനിലെ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്.